He came, he saw, and he conquered. ഒരു വീട്ടിൽ ഒരു പയ്യനൊഴിയ ബാക്കിയുള്ള പോയി ആ ഫോട്ടോ ഒക്കെ കാട്ടുന്നുണ്ടെങ്കിൽ ഏതവൻ്റെ ഹൃദയം അലിയിക്കുന്ന ഒരു ഇതാ. ഇന്ന് നമ്മളുടെ കൂടെ ജനമുഖം ചാനലിൽ ചേരുന്നത് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് സാറാണ്. സാറിന് ജനമുഖം ചാനലിലേക്ക് സ്വാഗതം. സാർ, ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ വലിയൊരു ദുരന്തമായിരുന്നല്ലോ വയനാട് ദുരന്തമാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഇവിടെ വിസിറ്റ് ചെയ്തു. അപ്പോൾ സാർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? He came, he saw, and he conquered. യെസ്, ഒറ്റ വാക്കിൽ പറഞ്ഞത്. It's a visit of compassion, affecting the hearts of millions of people by a single visit. But such a visit is unparalleled. ഇതൊന്നും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് നേരിട്ട് പോയി കണ്ട് ആൾക്കാരുടെയൊക്കെ വീട്ടിൽ, പരിക്കേറ്റവരുടെ വീട്ടിലൊക്കെ പോയി കുട്ടികളെയൊക്കെ വാരി കോരി എടുത്ത് ആ ഫോട്ടോ ഒക്കെ കാട്ടുന്നുണ്ടെങ്കിൽ ഏതവൻ്റെ ഹൃദയം അലിയിക്കുന്ന ഒരു ഇതാ. അപ്പം ഒന്നും കൂടെ പറയാം, ഈ came, he saw, and he conquered the hearts of millions. അതാണ് എൻ്റെ. Likewise, the Kerala Chief Minister was also there. അതെ. The governor was also there. Yes. Then the Prime Minister gave the lead to all this, and the government will do it. That's what I hope, to help these people out of this calamity. ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇപ്പം അതൊരു ദേശീയ ദുരന്തമായിട്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മളുള്ള കേരളത്തിൽ നിന്നുള്ളവരും പുറത്തുനിന്നുള്ളവരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ്റിനോട്. പക്ഷേ ഗവൺമെൻറ് അതിന് തയ്യാറായില്ല എന്നാണ് പറയുന്നത്. എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നമുക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടണം. ശരിയാണ്. ഇത് റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നൂറുകണക്കിന് ആൾക്കാർ വീടില്ലാണ്ടായി. ഒരു വീട്ടിൽ ഒരു പയ്യനൊഴിയ ബാക്കിയുള്ള പോയി 12 പേര് പോയിട്ടുണ്ട്. അതെ. അവരെയൊക്കെ നേരെയാക്കി എടുക്കണമെന്ന് വെച്ചാൽ കോടാനുകോടി രൂപ വേണം. എത്ര സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇത് അടിച്ച് തകർത്ത് പൊളിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയണം. അപ്പം എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ള ഇപ്പോഴും അറിയില്ല. റിസർച്ച് നടന്നുകൊണ്ടിരിക്കണം. മണ്ണിൻ്റെ അടിയിലും പാറയുടെ അടിയിലൊക്കെ ആയിരിക്കും. അതെ. ഇതിൻ്റെ കണക്കെടുത്തിട്ട് വേണം വീടുണ്ടാക്കാനായിട്ട്. ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പലരും പരിക്കേറ്റവരാണ്. അതെ. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. പരിക്കില്ലാത്തവർക്ക് എല്ലാം പോയി അവരെ പുനരുദ്ധരിക്കണം. ഇതെല്ലാം ഒരു ധാരാളം പണമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഉണ്ടാകും. അത് പ്രധാനമന്ത്രി അത് ഒരു ലുപ്സം ഇല്ലാതെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.